രാവിലെ ഒരു 5 മണിക്കാണ് ടൈം. വണ്ടിയുടെ ശബ്ദം കേട്ടു, ബാരിയറിൽ ഇടിച്ചു, വണ്ടി നേരെ ജമ്പ് ചെയ്തു. അവിടെ 2 മരം ഉണ്ടായിരുന്നു, അതിൽ ആ വണ്ടി കടന്നു വന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വെട്ടുകാരനുണ്ട്. ഇയാൾ കയറി, ആൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അയാൾ കയറി നേരെ അയാൾ വണ്ടി വിളിച്ചു MSലേക്ക് പോയി. കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കൊക്കെ ഉള്ളൂ. ഒരാളെ മരമില്ലെങ്കിൽ ആൾ അത്രയും താഴ്ചയിലേക്ക് പോയി. അതിന് മുമ്പ് ഒരു വെള്ളിമൂന്ന് അവിടെ മറിഞ്ഞിട്ട് ആൾ മരിച്ചു പോയതാണ്. ഒരു 4 വർഷമായിട്ടാണ് അല്ലേ. നമുക്ക് എന്താണ് ഇപ്പോൾ അവിടെ ഒരു ആവശ്യം? ഇങ്ങനെ ഒരു അപകടങ്ങൾ പതിവാണോ അവിടെ? അവിടെ ഒരു ബോർഡ് വെക്കണം ശരിക്കും. ഇപ്പോൾ ഈ റോഡ് പണി നടന്നപ്പം ഇവർ ഈ റോഡ് ഹൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ വണ്ടി അവിടെ ചാടൂല, ഇതിൽ ഇടിച്ച് നിൽക്കും. അപ്പോൾ ഈ റോഡ് ഹൈറ്റ് കൂട്ടി ഈ ബാരിയർ താങ്ങുന്നില്ല. അതാണ് ആ വണ്ടി അവിടെ ജമ്പ് ചെയ്യാൻ കാരണം റോഡ് പണിക്കാർ മണ്ണിട്ട് പൊക്കിയപ്പം ഈ വണ്ടി വന്ന് നേരെ ഇടിച്ച് ജമ്പ് ചെയ്യും. കുറച്ചുകൂടി ഹൈറ്റ് വേണം, അത് പൊക്കണം. എന്നിട്ട് അവിടെ അപാകത ബോർഡ് വെക്കണം. ഇയാൾ വണ്ടി നിലമ്പൂരുള്ളതാണ്, ഉണ്ടായ വണ്ടിയാണ്, നിലമ്പൂർക്കാരനാണ്. അയാൾ വെളുപ്പിനെ ഇവിടുന്ന് വരികയാണ്, ലോങ് പോയിട്ട് വരികയാണ്. വണ്ടി അയാൾ ഇറങ്ങിപ്പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് വലിയ പരിക്കുമില്ല. അയാളപ്പോൾ തന്നെ ക്രെയിൻ വിളിച്ചിട്ടുമുണ്ട്, ക്രെയിൻ വന്ന് സാധനം എടുക്കുമെന്നും പറഞ്ഞു. മാലാപറമ്പ് MES മെഡിക്കൽ കോളേജിന് സമീപത്തായുള്ള ഇടത്തറച്ചോലയിലേക്കാണ് ബുധനാഴ്ച പുലർച്ചെ കാറ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കുളത്തൂർ ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. താഴ്ചയിലേക്ക് മറിയുന്നതിനിടെ ഒരു മരത്തിൽ തട്ടി നിന്നതാണ് വൻ അപകടം ഒഴിവാകാൻ കാരണമായത്. റോഡ് ഉയരം കൂട്ടിയതിനാൽ ഈ ഭാഗത്തുള്ള ഡിവൈഡറുകൾ ഉയരം കുറഞ്ഞതാണ് ഡിവൈഡർ പോലും ഇടിച്ച് വാഹനങ്ങൾ താഴേക്കു മറിയാൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓട്ടോ ഈ ഭാഗത്ത് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. Jam June Hypermarket, exceeding expectations.